ഇത് വോൾസ്വാഗൻ പോളോൻ്റെ എൻജിൻ റൂമാണ്. അപ്പോൾ ഇതിൽ 1.2 ലിറ്ററാണ് ഈ ഒരു എൻജിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഇത് ചെറിയൊരു കുഞ്ഞ് എൻജിനാണ്, 3 സിലിണ്ടറിലൊരു ചെറിയ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ, അതേപോലെ എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യുന്ന ക്യാപ്പ് ഇതൊക്കെ ഇവിടെ കാണാം. അതേപോലെ തന്നെ അതിൻ്റെ മേലെ 1.2 എഴുതിന്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ അതിൻ്റെ O2 സെൻസർ, അതേപോലെ 3 ഇൻജക്ടർ ഇവിടെ കാണാം, ചെറിയ പെട്രോൾ ഇൻജക്ടർ, പെട്രോൾ എൻജിനാണ്. അതേപോലെ ഇതിൻ്റെ എയർ ഫിൽറ്റർ, അതേപോലെ ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നല്ല നീറ്റായിട്ടുള്ളൊരു എൻജിൻ റൂമാണ്, പെട്ടെന്ന് നമുക്ക് ജോലി ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ നല്ല വീതിയുള്ളൊരു ബെൽറ്റാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബെൽറ്റ് നോയ്സിന് കുറവായിരിക്കും, അതേപോലെ ഇതിന് ലോങ് ലൈഫ് വരും. അതുപോലെ അതിൻ്റെ എൻജിനും ഘടകങ്ങൾക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയുള്ളത് ഈ ഒരു ചെറിയ എൻജിനുള്ള വാഹനത്തിൻ്റെ ഫ്രണ്ടിലുള്ള ക്രാഷ് ബാറാണ്. അപ്പോൾ ഈ ഒരു ക്രാഷ് ബാർ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. അതുകൊണ്ട് തന്നെ അത് നല്ല കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. പെട്ടെന്നൊന്നും ഇതിൻ്റെ ഈ ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്കൊന്നും ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്താൻ പോകുന്നില്ല, അത്രയൊക്കെ സ്ട്രോങ് ആണ് ഈ ഒരു സാധനം. ഇത് വോൾസ്വാഗൻ പോളോൻ്റെ എൻജിൻ റൂമാണ്. അപ്പോൾ ഇതിൽ 1.2 ലിറ്ററാണ് ഈ ഒരു എൻജിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഇത് ചെറിയൊരു കുഞ്ഞ് എൻജിനാണ്, 3 സിലിണ്ടറിലൊരു ചെറിയ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ, അതേപോലെ എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യുന്ന ക്യാപ്പ് ഇതൊക്കെ ഇവിടെ കാണാം. അതേപോലെ തന്നെ അതിൻ്റെ മേലെ 1.2 എഴുതിന്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ അതിൻ്റെ O2 സെൻസർ, അതേപോലെ 3 ഇൻജക്ടർ ഇവിടെ കാണാം, ചെറിയ പെട്രോൾ ഇൻജക്ടർ, പെട്രോൾ എൻജിനാണ്. അതേപോലെ ഇതിൻ്റെ എയർ ഫിൽറ്റർ, അതേപോലെ ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നല്ല നീറ്റായിട്ടുള്ളൊരു എൻജിൻ റൂമാണ്, പെട്ടെന്ന് നമുക്ക് ജോലി ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ നല്ല വീതിയുള്ളൊരു ബെൽറ്റാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബെൽറ്റ് നോയ്സിന് കുറവായിരിക്കും, അതേപോലെ ഇതിന് ലോങ് ലൈഫ് വരും. അതുപോലെ അതിൻ്റെ എൻജിനും ഘടകങ്ങൾക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയുള്ളത് ഈ ഒരു ചെറിയ എൻജിനുള്ള വാഹനത്തിൻ്റെ ഫ്രണ്ടിലുള്ള ക്രാഷ് ബാറാണ്. അപ്പോൾ ഈ ഒരു ക്രാഷ് ബാർ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. അതുകൊണ്ട് തന്നെ അത് നല്ല കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. പെട്ടെന്നൊന്നും ഇതിൻ്റെ ഈ ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്കൊന്നും ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്താൻ പോകുന്നില്ല, അത്രയൊക്കെ സ്ട്രോങ് ആണ് ഈ ഒരു സാധനം. ഇത് വോൾസ്വാഗൻ പോളോൻ്റെ എൻജിൻ റൂമാണ്. അപ്പോൾ ഇതിൽ 1.2 ലിറ്ററാണ് ഈ ഒരു എൻജിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഇത് ചെറിയൊരു കുഞ്ഞ് എൻജിനാണ്, 3 സിലിണ്ടറിലൊരു ചെറിയ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ, അതേപോലെ എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യുന്ന ക്യാപ്പ് ഇതൊക്കെ ഇവിടെ കാണാം. അതേപോലെ തന്നെ അതിൻ്റെ മേലെ 1.2 എഴുതിന്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ അതിൻ്റെ O2 സെൻസർ, അതേപോലെ 3 ഇൻജക്ടർ ഇവിടെ കാണാം, ചെറിയ പെട്രോൾ ഇൻജക്ടർ, പെട്രോൾ എൻജിനാണ്. അതേപോലെ ഇതിൻ്റെ എയർ ഫിൽറ്റർ, അതേപോലെ ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നല്ല നീറ്റായിട്ടുള്ളൊരു എൻജിൻ റൂമാണ്, പെട്ടെന്ന് നമുക്ക് ജോലി ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ നല്ല വീതിയുള്ളൊരു ബെൽറ്റാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബെൽറ്റ് നോയ്സിന് കുറവായിരിക്കും, അതേപോലെ ഇതിന് ലോങ് ലൈഫ് വരും. അതുപോലെ അതിൻ്റെ എൻജിനും ഘടകങ്ങൾക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയുള്ളത് ഈ ഒരു ചെറിയ എൻജിനുള്ള വാഹനത്തിൻ്റെ ഫ്രണ്ടിലുള്ള ക്രാഷ് ബാറാണ്. അപ്പോൾ ഈ ഒരു ക്രാഷ് ബാർ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. അതുകൊണ്ട് തന്നെ അത് നല്ല കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. പെട്ടെന്നൊന്നും ഇതിൻ്റെ ഈ ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്കൊന്നും ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്താൻ പോകുന്നില്ല, അത്രയൊക്കെ സ്ട്രോങ് ആണ് ഈ ഒരു സാധനം.